Watch full episodes on Jio Hotstar. നഗരത്തിൽ ഇപ്പോൾ പേടിപ്പിക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രധാന സംഭവം ഇതാ വേദ നഗരത്തിൽ ഭയാനകമായിരിക്കുകയാണ്. സ്നേക് മാൻ, അതെ, ഇത് സത്യമാണ്. സ്നേക് മാൻ പോലെയുള്ള ഒരു മനുഷ്യനാണെന്ന് തോന്നുന്നു. അയാൾ നഗരത്തെ പലയിടത്തും മോഷണം നടത്തുന്നു. അയാളുടെ തലയിൽ കുറെ പാമ്പുകളുണ്ട്, കയ്യിലും പാമ്പുകളുണ്ട്. ഇതാ നേരിട്ട് നിങ്ങൾ കണ്ടോളൂ. ലഡു സിംഗ് സർ, സ്നേക് മാൻ എന്നുള്ള കള്ളനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അവനെ കുറിച്ച് എത്രത്തോളം കുറവ് പറയുന്നു അതാണ് എനിക്ക് നല്ലത്. ലഡു സിംഗ്, എന്റെ സുഹൃത്തുക്കൾ എന്നോട് പറയേണ്ടായി താൻ തന്റെ സർപ്പനൃത്തം നിർത്തിയെന്ന്. നിർത്താൻ പാടില്ല, നിർത്തിയാൽ തന്നെ വെറുതെ വിടൂല. ഭീം സിംഗ്, ഇവിടെയുള്ള വാതിലുകളും ജനലുകളും ഒക്കെ ശരിക്കും മുറുക്കെ പൂട്ടിക്കോ, അല്ലെങ്കിൽ ആ ലഡു സിംഗ് എവിടെന്നെങ്കിലും നുഴഞ്ഞു കയറി വരും. എങ്ങനെയെങ്കിലും എന്റെ ശിവയെ കൊണ്ടുപോകാനായിട്ട് പ്ലാൻ ഇടുകയായിരിക്കും. ഭീം സിംഗ്, അവിടെ എന്തൊരു ശബ്ദം കേട്ടെ? ഞാനാണ് വീണത് മുത്തശ്ശ, ഞാൻ തന്നെയാണ്. ആ, നിങ്ങളുടെ സ്വന്തം ലഡു സിംഗ്. മുത്തശ്ശ, എന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്ന കരുതുന്നു. ശിവ, ഈ ബുദ്ധിമുട്ടിൽ നിന്ന് എനിക്കൊന്ന് പുറത്തു പോവാൻ നീ എന്തായാലും ആലോചിക്ക്. പ്ലാൻ എന്തേലും ചെയ്തേ പറ്റൂ. ലഡു സിംഗ് സർ, നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ പുറകെ തന്നെ വന്നേക്കാം. താങ്ക് യു ശിവ. ഇന്നിങ്ങോട്ട് വരട്ടെ. പേടാരാം, താൻ ഇവിടെ എന്താ ചെയ്യുന്നേ? ലഡു സിംഗ് അങ്ങനെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകം പറഞ്ഞേക്ക്, വീടിനകത്തേക്ക് കയറാനായിട്ട് യാതൊരു പ്ലാനും പാടില്ലെന്ന്. ലഡു സിംഗ് ഇന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ വടി വെച്ച് ശരിക്കും ഞാൻ കൊടുക്കുന്നുണ്ട്. മേലൽ അയാൾ പിന്നെ ഈ പഠിക്കാത്ത ചവിട്ട് കയറത്തില്ല. ഇങ്ങോട്ട് വരട്ടെ. എപ്പ നോക്കിയാൽ എന്റെ ശിവയെ വന്ന് കൂട്ടിക്കൊണ്ടു പോവാനോ. ഇയാളേക്ക് എന്താ ചെയ്യാ? പിന്നെ ഞാൻ വിചാരിക്കണം. നമസ്കാരം. 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 ആക്ച്വലി ഞാൻ ബ്രേവറി ഫൗണ്ടേഷനിൽ നിന്നാണ്. ഞങ്ങള് ധൈര്യശാലികളായ കുട്ടികൾക്ക് അവാർഡ് കൊടുക്കാറുണ്ട്. ഈ പ്രാവശ്യത്തെ പ്രോഗ്രാമിൽ ഞങ്ങൾ ഷീവയ്ക്ക് ബ്രേവസ്റ്റ് ബോയ് ഓഫ് ദി ഇയർ അവാർഡ് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. ആ അവാർഡ് താങ്കളുടെ കൈ കൊണ്ട് കൊടുക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു. ഇത് കേട്ടിട്ട് എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് ശിവയ്ക്ക് ഫോൺ ചെയ്യാം. ഷീവയ്ക്ക് വേണ്ടി നിങ്ങൾ രണ്ടുപേരും ഒരു സർപ്രൈസ് ആണ്. അവൻ ആ പരിപാടിക്ക് ഏതായാലും വരുമല്ലോ. പക്ഷെ അവൻ ഇതറിയത്തില്ല, അവൻ അവാർഡ് കൊടുക്കാൻ പോകുന്നത് അവന്റെ സ്വന്തം മുത്തച്ഛനും മുത്തച്ഛിയുമാണെന്ന്. ഇനിയിപ്പൊ നിങ്ങൾ എന്റെ കൂടെ ഇപ്പൊ വരികയാണെങ്കിൽ വളരെ ഉപകാരമായനെ. അത് ശരിയാ, ഞാൻ വേഗം ചെന്ന് റെഡി ആയിട്ട് ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വന്നേക്കാം. ഹലോ ഫ്രണ്ട്സ്, സോറി കേട്ടോ, ഞാൻ ഇത്രയും ലേറ്റായി പോയി. ഞാൻ പറയുന്നത് അത് ശരിക്കും ഏലിയൻ ആണ്. ആ ഏലിയൻ ഭയങ്കര സാധന. ലഡു സിംഗിനെ പോലെ നമ്മളെ അവരുടെ കൂടെ കൂട്ടിക്കൊണ്ട് പോകും. ഞാൻ വിചാരിക്കുന്നത് അത് രൂപം മാറുന്ന നാഗമാണെന്ന്. ഈ നാഗങ്ങളൊക്കെ ആരെ കണ്ടാലും അവര് വിടത്തില്ല, ഭയങ്കര സാധനങ്ങളാ. നമ്മൾ അവരുമായിട്ട് തല്ലുകൂടാൻ പോവാതിരിക്കാ നല്ലത്. ശിവ, ആ ലഡു സിംഗ് സാറിനെ അന്വേഷിച്ച് അത് തിരിച്ചു വന്ന് കൊത്തും കേട്ടാ. എന്നെന്തിനാ കൊത്തുന്നത്? എന്നെന്തിനാ കൊത്തുന്നതെന്ന് പറ. അവൻ എന്നോട് പറഞ്ഞു 5 കോടി രൂപ കൊണ്ടുവരാൻ. ഞാനത് കൊടുത്തു. ഞാൻ എന്താ ചെയ്യാ? അയാള് പറയുന്ന അനുസരിച്ച് ഞാൻ സ്നേക്ക് ഡാൻസ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അയാൾ എന്നെ കൊത്തേണ്ട ആവശ്യം എന്താണ്? ശിവ, നീ എന്തിനൊന്ന് വേഗം ചെയ്യ. ശിവ, ഇങ്ങോട്ട് നോക്കിയേ, ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്.
ഇദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആണ്. ഇദ്ദേഹത്തിന്റെ പേര് സജ്ജൻ സിംഗ് ആണ്. പാമ്പുകളുടെ പുറത്ത് കുറെ പരീക്ഷണങ്ങൾ നടത്തുന്ന ആളാ. ഇയാളുടെ അഡ്രസ് മാത്രമേ എനിക്ക് കിട്ടേണ്ടുള്ളൂ. ഗുഡ് ജോബ് റിവർ. ലെറ്റ്സ് ഗോ. നിങ്ങൾ ഇവിടുന്ന് പോയിക്കോ. അതുവരെ ഞാനിവിടെ പാമ്പ് ഡാൻസ് കളിച്ചോണ്ടിരിക്കും. ഹലോ ശിവ, നിന്റെ മുത്തുവും മുത്തിയും എൻ്റെ കസ്റ്റഡിയിലാണ്. ഇനി അവരുടെ ജീവൻ നിനക്ക് രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഹാങ്ങിങ് വാലിയിലേക്ക് വരൂ. ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. പക്ഷെ അവർക്ക് ഒന്നും തന്നെ സംഭവിക്കാൻ പാടില്ല. റിവർ, മുത്തശ്ശനെയും മുത്തശ്ശിയെയും സ്നേക്ക് മാൻ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു. അതെ, അവരെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഇപ്പൊ ഹാങ്ങിങ് വാലിയിലേക്ക് പോവാണ്. ഓക്കേ ശിവ, ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാം. വന്നു കഴിഞ്ഞു. വന്നോണ്ടിരിക്കുന്നുണ്ട്. പിടിക്കവനെ. മോനെ ശിവ, അങ്ങനെ തന്നെ മോനെ, ഒരുത്തനെയും വിടരുത്. നിക്ക് ശിവ, എന്റെ കൺട്രോളിന്റെ നെല്ലിപ്പലക പോകുന്നു. നീ എന്റെ മുന്നിൽ വന്ന് കീഴടങ്ങ്. എങ്കിൽ മാത്രമേ നിന്റെ മുത്തു മുത്തി രക്ഷപ്പെടൂ. അല്ലെങ്കിൽ എന്റെ പാമ്പുകൾ ഇവരെ കടിച്ചു കൊന്നുകളയും. ശിവ, നിക്ക്, ഞാൻ വന്ന് സറണ്ടർ ആയിക്കോളാം. അവർ രണ്ടുപേരെ ഒന്നും ചെയ്യരുത് പ്ലീസ്. ഗുഡ് ബൈ. അങ്ങനെ മെല്ലെ മെല്ലെ അതേപോലെ തലകുരിച്ച് പയ്യെ പയ്യെ എൻ്റെ അടുത്തേക്ക് വാ. വേണ്ട മോനെ, അങ്ങനെ സറണ്ടർ ആവേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ കാര്യം അങ്ങ് വിട്ടേക്ക് മോനെ. ശിവ, നീ സറണ്ടർ ചെയ്യല്ലേ. ഫൈറ്റ് ചെയ്യ്. അവനെ എതിർത്ത് ഫൈറ്റ് ചെയ്യ്. അവനെ എങ്ങനെ ഫൈറ്റ് ചെയ്യാനാ? മുത്തച്ഛന്റെ ജീവൻ അപകടത്തിലല്ലേ? ഇപ്പൊ പറ, കുട്ടീനെ വിളിക്കരുതെങ്കിൽ. കുട്ടി കുട്ടി കുട്ടി. സർപ്പീലയുടെ പോക്ക് ആർക്കും ഗ്രഹിക്കാൻ പറ്റില്ല ശിവ. ഞാൻ എൻ്റെ വാക്കിൽ ഉറച്ചു നിൽക്കുന്നവനാ. മുത്തവും മുത്തിയും നിങ്ങൾക്ക് വീട്ടിൽ പോകാം. ഞാൻ ശിവനെ കൊണ്ടുപോക്കോളാം. മുത്തശ്ശനും മുത്തശ്ശിയും പോയി കഴിഞ്ഞു. They are safe now. Now I can attack. നിന്റെ കളി ഇതോടെ കഴിഞ്ഞു സ്നേക്ക് മാൻ. ഹലോ റിവർ, I'm okay. പക്ഷേ സ്നേക്ക് മാൻ എവിടെ ഓടിപ്പോയി? ശിവ,
നമ്മുടെ ശിവയ്ക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല. നിങ്ങളാണെങ്കിൽ അന്വേഷിക്കാതെ ഇവിടെ തലയിൽ കൈയും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുവാണല്ലേ. ശിവ, എവിടെയാണ് മോനെ? ആണോ? മുകളിലുള്ളവന് ഒരുപാട് നന്ദി. വേഗം വാ മോനെ വീട്ടിലേക്ക്. ശിവ പറയുവാണ് ശിവയ്ക്ക് ഒരു കുഴപ്പമില്ലെന്ന്. ആ സ്നേക്ക് മാൻ ആണെങ്കിൽ അവിടുന്ന് ഓടിക്കളഞ്ഞു അത്രേ. Watch India's largest kids library only on Jio Hotstar. Download the app now.